വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നിങ്ങൾ തമ്മനയിൽ കണ്ടിടക്ക് നമ്മുടെ വീട്ടിൽ ആവശ്യമായ കുറച്ച് പാത്രങ്ങൾ ഞാൻ ശരിക്കും പറഞ്ഞുണ്ടല്ലോ. ഈ പാത്രങ്ങൾ മേടിച്ചിട്ട് ഏകദേശം ഒരു 2 ആഴ്ച പുറത്തായി. ഞാൻ ഇതുവരെ പൊട്ടിച്ചിട്ടില്ല, സത്യം പറയാണ്. കാരണം ഇവിടെ കുറേ പണികളൊക്കെ നടക്കുന്ന കാരണം എനിക്കത് പൊട്ടിച്ച് അൺബോക്സ് ചെയ്യാനുള്ളൊരു സമയം കിട്ടിയിട്ടില്ല എന്ന് ഞാൻ പറയാം. അപ്പം ഞാൻ അതുപോലെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വെച്ച് ഇന്നലെ കൊണ്ട് എല്ലാം ഒതുങ്ങിയപ്പോഴത്തേനും ഞാൻ വെച്ച് ഇന്ന് എന്തായാലും ഇത് ചെയ്തിട്ട് തന്നെ ഉണ്ടോ എന്ന് വെച്ചു. അപ്പം ഒരു കുക്കർ മേടിച്ചു. കുക്കർ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു 3-4 മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു വീട് വെച്ചതിന് ശേഷം. പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും ലാസ്റ്റ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ ഈ വെയിറ്റ് കാരണം നമ്മളെ പിടി ഉണ്ടല്ലോ, പിടി എപ്പോഴും ഒരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് നടക്കണം. അപ്പം അതിങ്ങനെ സ്ക്രൂ ചെയ്ത് ഭയങ്കര പാടായിരുന്നു. എന്തോ ഒരു പ്രശ്നം പോയി എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പം കുക്കർ പിന്നെ ഓണ സമയത്ത് അമ്മ എനിക്കൊരു കുക്കർ മേടിച്ചു തന്നിട്ടുണ്ട്. അത് ബട്ടർഫ്ലൈയുടെ ആയിരുന്നു. അതും ഈ പറഞ്ഞ നമുക്ക് ഹാൻഡിൽ ലൂസ് ആയതുകൊണ്ട് ഞാൻ അവിടെ തന്നെ വെച്ചു. 2 പ്രാവശ്യം ഉപയോഗിച്ചതേ ഉള്ളൂ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറ്റേ കരോട്ടയുടെ ആ ഒരു ബ്രാൻഡിന്റെ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഞാൻ കുറേ നാളുണ്ട്, ഏകദേശം ഒരു 3 months മുന്നായിട്ട് തന്നെ ഞാൻ നോക്കുന്നുണ്ട്. അവരുടെ പ്രൊഡക്ട്സ് ഒന്നും ഇപ്പോൾ അവൈലബിൾ അല്ല. അത് സ്റ്റോപ്പ് ചെയ്തോ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഒന്നും നോട്ട് അവൈലബിൾ എന്ന് പറഞ്ഞാൽ കാണിക്കുന്നത്. അപ്പം വേറെ കുറച്ച് ബ്രാൻഡിൻ്റെ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. എനിക്കൊരു ഗ്രാനൈറ്റ് ഫിനിഷ് വരുന്ന നോൺ സ്റ്റിക്ക് പോലത്തെ ഇതായിരുന്നു. മാത്രമല്ല ഞാൻ കൂടുതലായിട്ട് നോക്കുന്ന ഇൻഡക്ഷൻ ബേസ് ആയിരുന്നു. അപ്പം ഞാൻ ഒരുപാടെണ്ണം നോക്കിയിട്ട് അന്വേഷിച്ച് ഒരു 4 piece സെറ്റാണ് ഞാൻ ഒരെണ്ണം മേടിച്ചേക്കുന്നത്. അതിനകത്ത് 2 പാന്, പിന്നെ ഒരു ബിരിയാണി പോട്ട് കണക്ക് വരുന്നത്, പിന്നെ അല്ലാണ്ട് ഒരു നോർമൽ പോട്ട്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. പിന്നെ ഒരു കുക്കർ മേടിച്ചു. പിന്നെ വന്നിട്ട് എന്താ പറയുക, സ്പാച്ചുല. അത് ഒരു 2 ബ്ലാക്ക് കളറിലെ 2 മേടിച്ചേക്കുന്നത്. ഇതിന് മുന്നേ ഞാനൊരു 2 റെഡ് മേടിച്ചിട്ടും എനിക്കത് ലാസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. കാരണം അതിൻ്റെ ആ ഒരു എൻഡ് കൊണ്ടിട്ട് പൊട്ടി പോകുന്നത്. അപ്പം ഇപ്പം ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഞാൻ മേടിച്ചേക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരു സാധനം കിട്ടിയിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും നാൾ വെയിറ്റ് ചെയ്ത്. ഡെയിലി ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് പോകുന്നത്. എൻ്റെ കിച്ചൻ്റെ അവിടേക്ക് നമുക്ക് കാണിച്ചു തരാം. അത് അങ്ങനെ നോക്കും, പൊട്ടിക്കാൻ വേണ്ട. കാരണം എനിക്കറിയാം ഈ ഒരു സംഭവം എടുക്കണം, പിന്നെ അവിടെ ഇരിക്കട്ടെ. മാത്രമല്ല ഒരു 14 days ഒന്നും തിരിച്ച് റിട്ടേൺ അയക്കണോ, എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല. കഴിഞ്ഞ ദിവസം ചേട്ടനോട് പറഞ്ഞു ഇത് തുറന്ന് നോക്കുക എങ്ങനെയാണെന്നൊക്കെ. ഞാൻ പറഞ്ഞു ഇന്ന് എന്തായാലും റെഡിയാക്കും എന്ന് പറഞ്ഞിട്ടാട്ടോ ഞാൻ ഇതിന് കയറിയത്. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. ഞാൻ ഇത് കിട്ടിയപ്പോൾ തൊട്ട് വെച്ചേക്കുന്ന സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കാണാം, ഇത് കണ്ടോ, ഇവിടെ തന്നെ ഇരിക്കുവാണ്. അതായത് ഞാൻ കിച്ചണിലേക്ക് പോകുന്നത് ഇതുവഴി ഞാൻ പോകുന്നു. ഈ സാധനങ്ങൾ ആദ്യം വന്നത് ഇതായിരുന്നു, ഈ ഒരു സെറ്റ് വന്നു. പിന്നെ മുകളിൽ എന്താ പറയുക കുക്കർ വന്നു, മറ്റ് സ്പാച്ചുല. ഇതെല്ലാം ഇങ്ങനെ പൊക്കി ഞാൻ വെച്ചേക്കുവാണ്. അപ്പം ഞാൻ പോയി എടുത്തിട്ട് വന്നിട്ട് നമുക്കിതെല്ലാം കാണാം. ഓക്കെ, വെയിറ്റ്. ആദ്യം ഞാൻ ഈ ഒരു സ്പാച്ചുല കേട്ടോ. ഇതാണ് സംഭവം വന്നിട്ട്. കൊള്ളാം. ഇതും എന്താ ഒരു സ്പൂൺ പോലത്തെ, ഇത് നമ്മുടെ ഈ എന്താ പറഞ്ഞ ജസ്റ്റ് ഇങ്ങനെ സോട്ട് ചെയ്യുന്ന ആ ഒരു ടൈപ്പ്. ഇത് നമുക്ക് സ്പൂൺ പോലത്തെ ഒരു സംഭവമാണ്. ഇത് കൊള്ളാം. ഞാനിത് കണ്ടിട്ടുണ്ട്, വീട്ടിൽ അമ്മയുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ ഒരെണ്ണം, അപ്പോൾ ഞാൻ അത് കണ്ടിട്ടാണ് ഈ ഒരു ബ്ലാക്ക് മേടിച്ചത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് കൊള്ളാമെന്ന് നോക്കട്ടെ. അപ്പം ഇത് ഈ ഒരു സാധനമാണ് കേട്ടോ, ഇതിൻ്റെ അകത്തേക്ക് വന്ന സ്പാച്ചുല. അപ്പോൾ അത് മാറ്റട്ടെ. പിന്നെ ഉണ്ടല്ലോ, ഇത് ഒരു പാനാണ് കേട്ടോ. ഇത് നമ്മുടെ ഊത്തപ്പം അല്ലെങ്കിൽ പാൻ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഇത് അമ്മ മേടിച്ചതാണ്. ഞാൻ അതുപോലെ ഇങ്ങനെ എടുത്തിട്ട് വരുമായിരുന്നു കേട്ടോ വീട്ടിൽ ചെന്ന സമയത്ത്. അപ്പം ഇതിൻ്റെ ലിങ്ക് സാധനങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. ഇത് എവിടെ മേടിച്ചെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ സംഭവം ഞാൻ എടുത്തിട്ടില്ല, യൂസ് ഒന്നും ചെയ്തിട്ടില്ല. ഒരു കവർ ഉണ്ടായിരുന്നു, അത് അമ്മ എന്നെ എടുത്ത് കളഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനം കൂടെ ഇതിനകത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ യൂസ് ചെയ്യത്തെ അല്ലാത്തതുകൊണ്ട് കേട്ടോ. പക്ഷെ സംഭവം കൊള്ളാം. ഏകദേശം ഒരു 250 rupees അടുപ്പിച്ചെങ്ങാണ്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ ഇത്. പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട്, കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ചെറുത് പൊട്ടിക്കാം, കുക്കർ പൊട്ടിക്കാം. കുക്കർ മേടിച്ചിട്ട്
ഒരു 1 year വാറന്റിയോട് കൂടിയൊക്കെ വരുന്നത് അല്ലേ, 1 year അല്ലേ, അതെ, ഒരു പ്രഷർ കുക്കറാണ് കേട്ടോ. ഇതൊരു 2 kg വെയിറ്റിൻ്റെയാണ് ഞാൻ നോക്കി. എനിക്ക് ചെറുത് മതി. ഞാൻ എപ്പോൾ മേടിക്കുമ്പോൾ വേണ്ടിയിട്ട് ഒരു 5 കിലോയുടെ ഒരു 8 കിലോയുടെ വലിയ കുക്കറുണ്ട്. അപ്പം നമുക്കിവിടെ അതിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പം ഈ ചെറിയ കുക്കറാണ് ഞാൻ നോക്കി നടന്നത് കേട്ടോ. അപ്പം കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നുന്നു. വലിയ ഹാൻഡിൽ കേട്ടോ, വലിയ ഹാൻഡിലും ഓക്കെ ടൈറ്റായി കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എനിക്ക് ഈ കുക്കറൊക്കെ മേടിക്കുമ്പോഴല്ലോ ഭയങ്കര പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രശ്നമൊന്നുമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അതായത് ഈ നമ്മുടെ ഇത് പറയുമല്ലോ ലൈക്ക് പൊട്ടിത്തെറിക്കുക, എനിക്ക് ഭയങ്കര പേടിയാട്ടോ. അപ്പം എൻ്റെ കയ്യിൽ ഉണ്ടാകുന്നതെല്ലാം ഈ പുറത്ത് കൂടെ നമ്മൾ അടയ്ക്കുന്നില്ലേ, അങ്ങനത്തെ സാധനമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് അത് അകത്തും കൂടെ അടയ്ക്കുന്ന ഒരു കുക്കർ മേടിച്ചേക്കുന്നത്. അപ്പം ഇതും എനിക്ക് പേടി കേട്ടോ, ഇതെങ്ങനെ പൊട്ടിത്തെറിക്കുമെന്ന് അറിയത്തില്ല. പക്ഷെ സംഭവം ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്, നന്നായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിനൊരു വാഷർ വന്നിട്ട് ഇവിടെ ഒരു ചെറിയൊരു റിങ് പോലത്തെയാണ് വാഷർ വന്നത്. നമ്മുടെ സാധാരണ ഒരു വലിയ വാഷറല്ലേ. പിന്നെ ഇതിനും വലിയ ഹാൻഡിൽ അങ്ങനെ എപ്പോഴും ഇളകി പോകുന്ന ടൈപ്പ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരെണ്ണം നോക്കിയത് കേട്ടോ. പക്ഷെ സംഭവം കൊള്ളാം കേട്ടോ. ഈ ഒരു കുക്കറും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം നോക്കട്ടെ. അതോടെ ഇനി എൻ്റെ മെയിൻ സാധനം കേട്ടോ, ഇതാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്, എൻ്റെ സെറ്റ്. ശ്രദ്ധിക്കാം. പണ്ടൊക്കെ ഉണ്ടല്ലോ വീട്ടിൽ അമ്മ പാത്രം മേടിക്കും. ഞങ്ങൾക്ക് എന്തിനാ ഇത്രയും പാത്രം മേടിച്ച് കൂട്ടുന്നത്, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ. ഇപ്പം ഞാനൊരു വീഡിയോ മാറിയപ്പോഴാണ് അതിൻ്റെയൊക്കെ അത്യാവശ്യങ്ങളും ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും മേടിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നല്ലോ. എനിക്ക് ഭയങ്കര ഇങ്ങനെ പാത്രങ്ങളൊക്കെ മേടിക്കാൻ ചുമ്മാ കണ്ണി കണ്ട ഒരു വെറൈറ്റി തോന്നുന്ന സാധനങ്ങളൊക്കെ മേടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഇത് ഒരു 4 പീസിൻ്റെതാണ് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് കുറേ അടപ്പുകളാണ് കേട്ടോ. അടപ്പ് പിന്നെ എടുക്കാം നമുക്കത്. ഇതിൻ്റെതാണെന്നാണ് തോന്നുന്നത്. അല്ല, അതിൻ്റെ അല്ല കേട്ടോ. ഞാൻ എടുത്തിട്ട് കാണിക്കാമേ. ഇതിൻ്റെതാണ് ആ അടുപ്പ് വരുന്നത്. ഈ ഒരു സംഭവം ഉണ്ടോ. ഞാൻ ശരിക്കും ഈ ഒരു സാധനം മേടിക്കാനായിരുന്നു ഏട്ടനൊക്കെ പറഞ്ഞ് വിചാരിച്ചിരുന്നത്. ഇത് 28 സെന്റിമീറ്റർ കേട്ടോ, 5 to 7 പേഴ്സൺസിന് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്, പാനായിരുന്നു. അപ്പം ഇത് നോക്കിയപ്പോൾ തന്നെ അറൗണ്ട് ഒരു 2 അടുപ്പിച്ചുണ്ടായിരുന്നു. അപ്പം പിന്നെ ഒരു 4 പീസ് വരുമ്പോഴത്തേന് അത്യാവശ്യം റേറ്റ് അഫോർഡബിൾ ആയിരുന്നു. അങ്ങനെ എടുത്തതാണോ. ഇത് ഇങ്ങനെ ഒരു ലിഡ്, ഒരു വുഡൻ ലിഡാണ് വന്നേക്കുന്നത്. പിന്നെ അതെ കോട്ടിംഗ് ഒക്കെ ഉണ്ട്. ഇൻഡക്ഷൻ ബേസ് ആണ്, ഗ്യാസ് ബേസ് ആണ്. ഒരു ഗ്ലാസ് ലിഡും ഉണ്ട്. അതിനകത്ത് ഒരു വുഡൻ ലിഡ് വന്നിട്ടുണ്ട്. സംഭവം കൊള്ളാം, ഗ്രാനൈറ്റ് ഫിനിഷ് കേട്ടോ. സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒന്നത്. പിന്നെ അടുത്ത പാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തത് ഈ ഒരു പോട്ടാണ് കേട്ടോ. നമ്മൾ ആദ്യം എടുത്തില്ലേ, ഒരു ബിരിയാണി പോട്ട് പോലത്തെ ഒരു കടായി മോഡല്. അതിനും 2 സൈഡിലും ഒരു വുഡൻ ലിഡ് വന്ന് സെയിം പോലെ തന്നെ ഉണ്ടോ, ഗ്രാനൈറ്റ് ഫിനിഷ് വന്നിട്ട്. ഇത് അതിനും ഒരു ഗ്ലാസ് ഇതുണ്ട്, ലിഡുണ്ട്. അതും അടച്ചു വെക്കാൻ പറ്റിയ സംഭവം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ വന്നിട്ട് ഒരു പാനാണ് കേട്ടോ. അതായത് ഒരു സോസ് പാൻ പോലത്തെ. ആക്ച്വലി ഇത് എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു. അപ്പോൾ 4 പീസ് ഓൾറെഡി അവർ സെറ്റ് ചെയ്ത് നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ഇതെന്താ പറയുക, ഇതിനാവശ്യം എനിക്ക് വരുന്നത് ചായ ഇടാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ചായ പോലും തികയത്തില്ല. ഇങ്ങനത്തെ ഒരു പാനാണ്. അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഇത് ചെയ്യാമല്ലേ, രസം, മോര്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഇതും കൊള്ളാം. അത്യാവശ്യം വലിയ ഹാൻഡിലാട്ടോ. ഞാൻ ആദ്യം കാണിച്ചതിന് ഇതിനൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് ഈ ഒരു സംഭവം. ഇത് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഇത് മാറ്റിയിട്ട് വേറൊരു പാനേ മേടിക്കത്തുള്ളൂ. കുറച്ചും കൂടെ ബിരിയാണി പോട്ട് പോലത്തെ. പക്ഷെ ഇത് ഓൾറെഡി 4 പീസിനകത്ത് ഈ ഒരെണ്ണം ഉണ്ട്. അപ്പോൾ ഒന്ന് ഇത് കേട്ടോ. പിന്നെ ഇപ്പം 3 പീസായില്ലേ, ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ. ഇതിന് ഉണ്ടല്ലോ, ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മൾ നേരത്തെ കാണിച്ചതിന് ഒരിതുണ്ട് കേട്ടോ. ഇതോ ഈ പറയുന്ന സാധനം. ഇതിന് അതിൻ്റെ സത്യം പറഞ്ഞ ഇതിനും ഉണ്ടൊരു ഗ്ലാസ് ലിഡ്. അതും സെയിം ഇതുപോലെ വരുന്നത് തന്നെയാണ് കേട്ടോ. ഈ 3
കാണിച്ചതിനും ഇതാണ് വീട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് വന്നിട്ട് ഇനി ഒരു പാൻ തന്നെ ഉണ്ടോ, പാന് അത് നമ്മുടെ നോർമൽ പാൻ പോലത്തെ, സോസ് പാൻ പോലത്തെ എന്തെങ്കിലും ഫ്രൈ ചെയ്യാനോ നമ്മുടെ എന്താ പറയുക കുറച്ച് തോരനൊക്കെ എടുക്കാം എന്ന രീതിയിൽ ഡെയിലി വേറെ എടുക്കാൻ പറ്റുന്നത്. ഇതിന് പക്ഷേ എന്താ പറയുക ലിഡില്ല. ഈ ഒരു സംഭവം ഇത്രയേ ഉള്ളൂ. ഇതിന് ഇപ്പം നമുക്ക് വുഡൻ ഹാൻഡിലും കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഗ്രാനൈറ്റ് ഫിനിഷ് തന്നെയാണ്, എല്ലാം സെയിം മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. പക്ഷേ സംഭവം കൊള്ളാം, ക്വാളിറ്റിയും കൊള്ളാം. ഞാൻ നല്ല റിവ്യൂ ഒക്കെ കണ്ടിട്ട് തന്നെയാണ് ഈ പ്രോഡക്റ്റ് മേടിച്ചത്. കാരണം അത്രയും ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിലാണ് നല്ല പ്രൈസ് ആയിട്ടും ഞാനിത് മേടിച്ചത് കേട്ടോ. അപ്പം ഇതും അടിപൊളിയായിട്ടുണ്ട്. ഈ 4 പീസാണ് ഉണ്ടായിരുന്നത്. പക്ഷെ വേറെ ഒന്നുമില്ല കേട്ടോ, ഇത്രയേ ഉള്ളൂ, വേറെ അതിനകത്തില്ല, ഇത്രയേ വന്നിട്ടുള്ളൂ. അതെ, ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഇത്രയാണ് ഞാൻ മേടിച്ച സാധനങ്ങൾ കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. സത്യമാണ്, സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. ഞാൻ ഏകദേശം ഒരു 2 ആഴ്ച പുറത്തായിട്ട്, കാരണം ഇത് എനിക്കിൻ്റെ ഡാമേജ് ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഉണ്ടല്ലോ, ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീടൊക്കെ വെച്ചിട്ട് ഞാൻ വന്നതിന് ശേഷം എനിക്ക് പാത്രം മേടിക്കുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. പണ്ടൊക്കെ ഞാൻ ഡ്രസ്സ് മേടിക്കുമ്പോൾ സന്തോഷമാണ്. എനിക്കിപ്പോൾ ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് മേടിക്കുമ്പോൾ ഇപ്പോഴും സന്തോഷം. പക്ഷേ വർത്താണ് കേട്ടോ, എനിക്ക് ഭയങ്കര വർത്തായിട്ട് തോന്നി. ഇനി യൂസ് ചെയ്യുമ്പോഴത്തേനും അറിയാം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ എല്ലാം ഒരു ഡെയിലി യൂസിന് വേണ്ടിയിട്ട് മേടിച്ചതാണ്. അല്ലാണ്ട് പറഞ്ഞാൽ സ്പാക്ച്വലി ഞാൻ പറഞ്ഞില്ല, ഇത് മേടിക്കാനുള്ള കാരണം ഈ പാത്രം വരുമല്ലേ. അപ്പോൾ നോൺ സ്റ്റിക്ക് ആൻഡ് ഇങ്ങനത്തെ യൂസ് ചെയ്യുമ്പോഴല്ലേ കൂടുതൽ ബെറ്റർ. നമ്മുടെ സ്റ്റീലൊക്കെ ഇട്ട് യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോട്ടിങ് പോകത്തില്ല, എങ്കിൽ കൂടിയും ബെറ്റർ തന്നെയാണ് ഇങ്ങനത്തെ സാധനങ്ങൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും നാളെ ഇതെല്ലാം കുക്ക് ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ ഒക്കെ ഞാൻ ഇട്ടേക്കാം കേട്ടോ. സംഭവം അടിപൊളിയാണ്, കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രോഡക്റ്റിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി. ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ ഇട്ടേക്കാം കേട്ടോ. ഷോയ്ക്ക് മേടിക്കാനല്ല, അങ്ങനെ മേടിച്ച സാധനം കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിക്കട്ടെ എല്ലാം കൂടെ ഇവിടെ. കുക്കറിൻ്റെ ലിഡ്, പിന്നെ വന്നിട്ട് നമ്മുടെ സ്പാക്ചുല ഇതായിരുന്നു 2 എണ്ണം. ഒരെണ്ണം ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇങ്ങനെ ഇരിക്കും, സ്പൂൺ പോലത്തെ 2 എണ്ണം. പിന്നെ ഇത് നമ്മുടെ ഇത് എന്താ പറഞ്ഞ ഉത്തപ്പം ആദ്യം കാണിച്ചു പറഞ്ഞില്ലേ, അതെനിക്ക് തുറണം. പിന്നെ ഇത് നമ്മുടെ പാൻ, പിന്നെ ഇതിനകത്ത് വരുന്നത് ഇത് അങ്ങനെ വരുന്നത്. പിന്നെ നമ്മുടെ കുക്കർ, പിന്നെ ഫൈനലി നമ്മുടെ പോട്ട് കേട്ടോ. ഇതായിരുന്നു അതിനകത്ത് ഏറ്റവും ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കേട്ടോ സംഭവം. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് ഉള്ള സാധനങ്ങൾ കേട്ടോ. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര ഹാപ്പി മീൻസ് എന്താ പറയുക, പ്രതീക്ഷിച്ച സാധനങ്ങൾ കുറേ നാൾ കൊണ്ട് മേടിക്കണം എന്ന് വിചാരിച്ചിരുന്നു. എന്നിട്ട് ലാസ്റ്റ് ഇപ്പോഴാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇത്രയാണ് എനിക്കുണ്ടായ സാധനങ്ങൾ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ലിങ്കോ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി, ഉറപ്പായിട്ട് ഇട്ടേക്കാം കേട്ടോ. നമ്മുടെ ഹൗസ് വാമിങ് സമയത്ത് കുറേ പാത്രങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഗിഫ്റ്റായിട്ട്. അപ്പം അത് ഈ പീജിയുടെ ബട്ടർഫ്ലൈയുടെ ഒക്കെയാണ്. അതൊക്കെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഏകദേശം ഒരു 3 years ആവുന്നതേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട്. അപ്പം കിട്ടിയ പാത്രങ്ങളെല്ലാം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തത്. പിന്നെ കുറേ സ്റ്റീലിൻ്റെ പാത്രമൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരുപാട് റിവ്യൂ കണ്ടതിലും കുറേ വീഡിയോസ് കണ്ടതിലും ഇങ്ങനെയുള്ള കുറേ പാത്രങ്ങളിൽ വെച്ച് കുക്ക് ചെയ്യുമ്പോഴത്തേന് ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നു കേട്ടോ. എനിക്ക് അങ്ങനെയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉള്ളോ? നമ്മൾ ഈ നല്ല പാത്രത്തിലൊക്കെ വെച്ച്, നല്ല പാത്രം ഉദ്ദേശിച്ചത് ഇങ്ങനത്തെ പാത്രത്തിലെടുത്ത് കുക്ക് ചെയ്യുമ്പോഴത്തേന് ഒരു വല്ലാത്തൊരു പോസിറ്റിവിറ്റി ആട്ടോ. ഫുഡൊക്കെ ഉണ്ടാക്കാൻ ഒരു ഇഷ്ടവും ആഗ്രഹങ്ങളൊക്കെ കൂടും ഉള്ളതിനെയും കാട്ടിയിട്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിൽ ഞാൻ ഈ സെറ്റ് പാത്രങ്ങൾ മേടിച്ചിരിക്കുന്നത്. അപ്പം സാധാരണ 2-3 പാത്രങ്ങളൊക്കെ നമ്മൾ മേടിക്കുമ്പോഴത്തേന് നമ്മൾ ഷോ കൊണ്ട് വെക്കത്തില്ലേ. അപ്പം ഞാനിത് എന്തായാലും അങ്ങനെ വെക്കുന്നതല്ല, ഡെയിലി യൂസ്. പിന്നെ ഞാൻ എടുത്ത് പറയുന്നില്ല, 2-3 ബ്രാൻഡിൻ്റെ കുറേ പാത്രങ്ങളെന്നല്ല, ഇങ്ങനത്തെ പാൻ ഞാൻ മേടിച്ചിട്ടുണ്ട്. അതൊരു വൈറ്റ് പാനായിരുന്നു. 2 ടൈം മേടിച്ചപ്പോഴും ഒരു 1 ടൈം യൂസ് കഴിഞ്ഞപ്പോൾ തന്നെ നടുക്കത്തെ കോട്ടിങ് പോയിട്ടുണ്ടായിരുന്നു. നോൺ സ്റ്റിക്ക് എന്ന് പറഞ്ഞ് മേടിച്ചതായിരുന്നു. അതുപോലെ തന്നെ ഒരു സ്റ്റീലിൻ്റെത്, അതും ഞാൻ ബ്രാൻഡ് എടുത്ത് പറയുന്നില്ല. അപ്പം ഭയങ്കര റിവ്യൂ ഒക്കെ ഉള്ള ഭയങ്കര ഒരു സംഭവമാണ്. പക്ഷെ അത് എന്താ പറഞ്ഞ ഒരു മീഡിയം ഫ്ലെയിമിൽ എത്ര വെച്ചാലും സ്റ്റീലാണ് ഞാൻ ഈ പറയുന്നത്. ആ ഒരു പാനല്ല കടായി. അപ്പം അതും കയറി പിടിച്ചു. അതിനകത്ത് കുറേ റാഷസ് പോലത്തെ കുറേ സാധനങ്ങളൊക്കെ വന്ന് കയറുന്നുണ്ട്.
അപ്പം അതും എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയിട്ടില്ല. അപ്പം ലാസ്റ്റ് എൻ്റെ ഒരു ഇതിൽ വന്നിട്ട് എടുത്തൊരു സംഭവമാണ്. ഞാൻ യൂസ് ചെയ്തതിന് മുന്നേ ഇത്രയും പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ അത്രമാത്രം റിവ്യൂ കണ്ട് അത്രയും നോക്കി എടുത്ത് ചെയ്ത സംഭവം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസോ കാര്യങ്ങളോ വേണമെന്നെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഉറപ്പായിട്ടും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയും. നിങ്ങൾ കണ്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ തന്നെയാണിത്. അപ്പം എന്താ ഇത്രയൊക്കെ ഉള്ളൂ. മാത്രമല്ല പിന്നെ എടുത്ത് പറയേണ്ടത് കുക്കറിൻ്റെ കാര്യമുണ്ടല്ലോ. ഈ കുക്കർ മേടിക്കാനുള്ള കാരണവും ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ കുക്കറുകളൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇപ്പം ഞാൻ വീട്ടിൽ പോയ സമയത്ത് ഞാൻ കുക്കറിൻ്റെ വാഷർ ശരിയാക്കാൻ പോയപ്പം പറയുന്നത് ഈ ഒരു സംഭവം നമ്മൾ എപ്പോഴും ഊരിയിട്ട് ഇതിനകത്ത് വാഷ് ചെയ്യുക. ഇതിനകത്ത് ഹോള് കണ്ടോ, ഇങ്ങനത്തെ ഹോള്, ഇതെല്ലാം നന്നായിട്ടൊരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ പിന്നോ വെച്ചിട്ട് എപ്പോഴും വാഷ് ചെയ്യുമ്പോഴത്തേന് കുത്തി കൊടുക്കണമെന്ന് പറയും കേട്ടോ. അപ്പോൾ കൂടുതലും നമുക്കിത് പൊട്ടിത്തെറിക്കുക അല്ലെങ്കിൽ തെറിച്ച് പൊങ്ങുന്നതിനെക്കാട്ടി കൂടുതൽ ബെറ്റർ ആയിരിക്കും. അപ്പോൾ എപ്പോഴും അങ്ങനെ വാഷ് ചെയ്യും. നമ്മൾ ഈ ധൃതി പിടിച്ച് പെട്ടെന്ന് വാഷ് ചെയ്ത് വെള്ളത്തിൽ അല്ലെങ്കിൽ കുറച്ച് സോപ്പിലിട്ട് കളയരുത്. നമ്മൾ എന്ത് കുക്ക് ചെയ്താലും കുക്കറിൽ കുക്ക് ചെയ്യുമ്പോൾ ഇതിനകത്ത് കയറി അടഞ്ഞിരിക്കും. 2-3 പ്രാവശ്യം ഒക്കെ ആകുമ്പോഴത്തേന് എയർ കയറി ടൈറ്റ് ആകുമ്പോഴാണ് ഇത് പൊട്ടിത്തെറിക്കുക അല്ലെങ്കിൽ ഇത് ഊരിപ്പോകുന്ന കേട്ടോ. അപ്പം അതും കൂടെ ഒന്ന് നോക്കിയാൽ മതി. അപ്പം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടോ. പുതിയതായിട്ട് ആരെങ്കിലും കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ ടാറ്റാ, ലവ് യു.